നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്ട് യു മീൻ ബൈ പേഴ്സണൽ ഫിനാൻസ് ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ ഫിനാൻസ് ആണ്. സോ നമ്മളെ സംബന്ധിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് പേഴ്സണൽ ഫിനാൻസ്. നമ്മുടെ ഫിനാൻസ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ ഏണിങ്സ് എന്താണ്, അതിന്റെ സേവിങ്സ് എങ്ങനെയായിരിക്കണം, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരിക്കണം, ദെൻ അതിന്റെ സ്പെൻഡിങ് എന്തായിരിക്കണം എന്നൊക്കെ തുടങ്ങുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ് പേഴ്സണൽ ഫിനാൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ സമയം കളയണ്ട, നമുക്ക് പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് പോവാം. യെസ്, പേഴ്സണൽ ഫിനാൻസ് എന്താണ്? പേഴ്സണൽ ഫിനാൻസ്, വാട്ട് യു മീൻ ബൈ പേഴ്സണൽ ഫിനാൻസ്? The personal finance is a term that covers managing your own money as well as savings and investing. സോ വളരെ വ്യക്തമാണ്, ദ പേഴ്സണൽ ഫിനാൻസ് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിക്കുന്ന കാര്യമാണ്. എന്റെ ഏണിങ്സ് അല്ല ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഏണിങ്സ്, എന്റെ സ്പെൻഡിങ് അല്ല ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും സ്പെൻഡിങ്, എന്റെ ഒരു സേവിങ്സോ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയോ അല്ല ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. അപ്പൊ പേഴ്സണൽ ഫിനാൻസ് പ്യുവർലി എന്താണ്? പേഴ്സണലാ, നമ്മൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ പേഴ്സണൽ ഫിനാൻസ് ഇസ് എ ടൈം ദാറ്റ് കവർ മാനേജിങ് യുവർ മണി. അതുകൊണ്ടാണ് താങ്കളുടെ മണി എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? യുവർ ഓൺ മണിയാണ്, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന പൈസ. അപ്പൊ മാനേജിങ് എന്ത് ചെയ്യണം? ദ പേഴ്സണൽ ഫിനാൻസ് ദ ടൈം ദാറ്റ് കവർ മാനേജിങ് യുവർ മണി ആസ് വെൽ ആസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അത് മാനേജ് ചെയ്താൽ മാത്രം പോരാ, ഏണിങ്സ് മേടിക്കുക, അത് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രം പോരാ, ആസ് വെൽ ആസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അത് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റണം. It encompasses the budgeting, the banking, insurance, mortgage, investment and retirement, tax and estate planning. അപ്പൊ അവിടെ ധാരാളം ടൈമുകൾ വന്നു. പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഏരിയ അല്ല. പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ബോർഡർ ടൈം ആണ്. അതിൽ ധാരാളം ഏരിയ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏണിങ്സ് സ്പെൻഡിങ് മാത്രമല്ല, അവിടെ സേവിങ്സ് വരുന്നു, ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ടൈമുകൾ വരുന്നു. ബഡ്ജറ്റിംഗ് വരുന്നു, നമ്മുടെ ഇയർലി ആയിട്ടുള്ള ബഡ്ജറ്റിംഗ്, അല്ലെങ്കിൽ മന്ത്ലി ബഡ്ജറ്റിംഗ്, അല്ലെങ്കിൽ വീക്ക്ലി ബഡ്ജറ്റിംഗ്. ഒരു വ്യക്തിയുടെ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ബാങ്കിങ്ങിനെ പറ്റി, ഇൻഷുറൻസ് പ്രോഡക്റ്റുകളെ പറ്റി, മോർഗേജുകളെ പറ്റി, ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി, റിട്ടയർമെന്റിനെ പറ്റി, ടാക്സിനെ പറ്റി, എസ്റ്റേറ്റ് പ്ലാനിങ്ങിനെ പറ്റി, ഇതിനെ പറ്റിയൊക്കെ നമുക്ക് എന്താണ് ഒരു ധാരണ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ നമുക്കൊരു ധാരണ നേടിയെടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ പൈസയെ നമ്മൾ മാനേജ് ചെയ്യുക, സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് പേഴ്സണൽ ഫിനാൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് പേഴ്സണൽ ഫിനാൻസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇൻകം ആണ്, അല്ലെ? വരുമാനം ഉണ്ടെങ്കിലേ ഇതിന് ശേഷം നടക്കുന്ന സ്പെൻഡിങ് ആണെങ്കിലും, സേവിങ്സ് ആണെങ്കിലും, ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും, റിട്ടയർമെന്റ് പ്ലാനിങ് ആണെങ്കിലും, ടാക്സ് പ്ലാനിങ് ആണെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ എപ്പോഴാണോ നമുക്ക് ഇൻകം വരാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. അപ്പൊ നമ്മൾ എന്താണ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു 2-3 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നു. ആ ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ എന്തിനെ കുറിച്ച് ചിന്തിക്കണം? നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിനെ പറ്റി ചിന്തിക്കണം. കാരണം നിങ്ങൾക്ക് ഇൻകം വന്നു തുടങ്ങി, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇൻകം ലഭിക്കുന്നുവെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ദ സോഴ്സ് ഓഫ് ഇൻകം ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇറ്റ് ക്യാൻ ബി സാലറി, പ്രോഫിറ്റ്, വേജസ്, പെൻഷൻ ആൻഡ് ഡിവിഡന്റ്. ഡിഫറെന്റ് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻകം ഉണ്ടാകാം. ചിലർക്ക് സാലറി ഇൻകം മാത്രമേ കാണൂ, മറ്റു ചിലർക്ക് ബിസിനസ് ഇൻകം ആയിരിക്കും, മറ്റു ചിലർക്ക് പ്രൊഫഷണൽ ഇൻകം ആയിരിക്കും, ചിലർക്ക് വേജസ് ആയിരിക്കും, മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആയിരിക്കും, ചിലർക്ക് പെൻഷൻ ആയിരിക്കും, ചിലർക്ക് ഡിവിഡന്റ് ആയിരിക്കും. അപ്പൊ ഡിഫറെന്റ് സോഴ്സിലൂടെയാണ് പലരിലോട്ടും ഇൻകം എത്തുക. ചിലർക്ക് ഒന്നിലധികം സോഴ്സിൽ നിന്ന് ഇൻകം കിട്ടിയെന്ന് വന്നേക്കാം. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ടു ഐഡന്റിഫൈ ദ സോഴ്സ് ഓഫ് ഇൻകം, ടു ഐഡന്റിഫൈ ദ വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം. നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻകം കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. നമുക്ക് പൈസയൊക്കെ വരുന്നുണ്ട്, എവിടെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് മിച്ചമൊന്നും കയ്യിലില്ല, മാസാവസാനം ആകുമ്പോൾ പൈസ തീരുന്നു. ഇതാണ് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം, എവിടെ നിന്നൊക്കെ പൈസ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്പെൻഡിങ് ആണ്. ദ മജോറിറ്റി ഏരിയ ഓഫ് expenses include rent, tax, food, entertainment, the recreational activities and loan or mortgage. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന ഏണിങ്സിന്റെ മജോറിറ്റി പോർഷൻസും പോകുന്നത് എങ്ങോട്ടാണ്? റെന്റിന്റെ രൂപത്തിൽ, ടാക്സിന്റെ രൂപത്തിൽ, ഫുഡിന് വേണ്ടി, അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടി, റിക്രിയേഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടി, ലോണും മോർഗേജും ഒക്കെ ആയിട്ടാണ് പോകുന്നത്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്പെൻഡിങ്ങിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണ്, നമ്മുടെ വാണ്ട്സ് എന്തൊക്കെയാണ്. നീഡ്സ് ബേസിക് നെസസിറ്റി ആണ്, നമുക്കത് ഫുൾഫിൽ ചെയ്തേ പറ്റൂ. എല്ലാ മാസവും നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ റെന്റ് കൊടുക്കുന്നെങ്കിൽ റെന്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണം, നമുക്ക് എന്താണ് പത്രം, പാല് തുടങ്ങിയ എക്സ്പെൻസുകളുണ്ട്, ഫുഡിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസുകളുണ്ട്, ട്യൂഷൻ ഫീ ഉണ്ടെങ്കിൽ ട്യൂഷൻ ഫീ ഉണ്ട്. ഇങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ എല്ലാ മാസവും വരുന്ന ബേസിക് നെസസിറ്റി ആണ്. അത് നമുക്ക് സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറെ വാണ്ട്സ് ഉണ്ട്. നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കണം, എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് വേണം, റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് കൂടാതെ ചില കമ്പൾസറി പേയ്മെന്റുകളുണ്ട്, ലോണുകളുടെ രൂപത്തിൽ ചിലപ്പോൾ നമുക്ക് കണ്ടേക്കാം. അപ്പൊ ഈ സ്പെൻഡിങ്ങിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം. എനിക്ക് കിട്ടുന്ന ഇൻകവും എന്റെ സ്പെൻഡിങ്ങും തമ്മിൽ മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കണം. ഇൻകത്തിനേക്കാൾ കൂടുതലാണ് എന്റെ സ്പെൻഡിങ്, തീർച്ചയായിട്ടും എന്താണ് നമുക്ക് അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകത്തിന് ആവശ്യമുണ്ട്. അപ്പൊ സ്പെൻഡിങ്ങിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയുണ്ടാകും. അപ്പൊ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ മുതൽ സ്പെൻഡിങ്ങിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം. അടുത്തെന്താണ്? സേവിങ്സ്. കിട്ടുന്ന ഇൻകം മുഴുവൻ സ്പെൻഡ് ചെയ്താൽ പോരാ, പകരം എന്ത് ചെയ്യണം? ഒരു സേവിങ്സ് ഉണ്ടായിരിക്കണം. യു നീഡ് ടു കീപ് മണി aside the savings to cover any sudden financial needs. എപ്പോഴെങ്കിലും ഒരു സഡൻ ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ടായാൽ അതിനെ മീറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഒരു സേവിങ്സ് ഉണ്ടായിരിക്കണം. പ്രോബ്ലി എന്താണ്? നിങ്ങളുടെ സാലറി എത്രയാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മന്ത്ലി ഇൻകം എത്രയാണോ അതിന്റെ ഒരു 3 times എങ്കിലും, മിനിമം 6 times ആണെങ്കിൽ ഏറ്റവും സേഫ് ആണ്. നിങ്ങൾക്ക് മാസം കിട്ടുന്ന 30,000 രൂപയാണെങ്കിൽ 30,000 rupees ആണെങ്കിൽ അതിന്റെ 3 times എന്ന് പറയുന്നത് 90,000 rupees സേവിങ്സ് ആയിട്ട് വെക്കാൻ പറ്റിയാൽ സേഫ്. അല്ലെങ്കിൽ അതിന്റെ 6 times 1,80,000 rupees സേവിങ്സ് ആക്കി വെക്കാൻ പറ്റിയാൽ സേഫാ. കാരണം ഒരു സഡൻ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി, എന്റെ ജോബ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് അടുത്തൊരു 3 മാസത്തേക്കോ 4 മാസത്തേക്കോ അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? മുന്നോട്ടൊന്ന് പോകണമെങ്കിൽ, അടുത്ത ജോലി കിട്ടുന്നിടം വരെ എന്റെ ലൈഫ് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്കൊരു സേവിങ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്ത് തീർത്താൽ പോരാ, കുറച്ച് പൈസ ലിക്വിഡ് ആയിട്ട് സേവിങ്സിന് ഉണ്ടായിരിക്കണം. അങ്ങനെ ലിക്വിഡ് ആയിട്ട് സേവിങ്സ് ഉണ്ടായാൽ മാത്രം പോരാ, നാലാമത് എന്താ പറയാ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. കിട്ടുന്ന പൈസ സ്പെൻഡ് ചെയ്ത് തീർത്തിട്ട് കാര്യമില്ല. കിട്ടുന്ന പൈസ സ്പെൻഡ് ചെയ്യും സേവ് ചെയ്യാൻ മാത്രം ചെയ്താൽ പോരാ, പകരം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം. ലോങ് ടൈമിൽ എനിക്ക് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ, ലോങ് ടൈമിൽ എനിക്ക് എന്ത് ചെയ്യണം? എന്റെ വെൽത്ത് ക്രിയേഷൻ നടത്തണമെങ്കിൽ, എന്റെ ലോങ് ടൈം ഒബ്ജക്റ്റീവ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഗ്രോ ദ മണി സോ ദാറ്റ് യു ക്യാൻ അച്ചീവ് വാട്ട് യു അസ്പയർ. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കൊരു വീട് വെക്കണം, നിങ്ങളുടെ ലോങ് ടൈം ഒബ്ജക്റ്റീവ് ആണ് നിങ്ങൾക്കൊരു വീട് വെക്കണം, ഒരു 50 ലക്ഷത്തിന്റെ വീട് വെക്കണം, അല്ലെങ്കിൽ 1 കോടി രൂപയുടെ വീട് വെക്കണം, നിങ്ങൾക്കൊരു ലക്ഷറി വാഹനം മേടിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്താണ്, ഇപ്പൊ നിങ്ങളുടെ പൈസ ഇല്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. ആ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് മച്യൂർ ആകുന്ന സമയത്ത് 5 വർഷം കൊണ്ടാണ് നിങ്ങൾക്ക് മച്യൂർ ആകുന്നുണ്ടെങ്കിൽ 5 വർഷം മച്യൂർ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട് എത്രയാണെന്ന് നോക്കി അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. 10 വർഷം കഴിഞ്ഞ് മതിയെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക, 15 വർഷം കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഇൻകം കിട്ടി തുടങ്ങുമ്പോൾ തന്നെ സ്പെൻഡിങ്ങിനെ കുറിച്ച് അനലൈസ് ചെയ്യണം, സേവിങ്സിനെ കുറിച്ച് നിങ്ങൾ ഒരു ധാരണ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനെ പറ്റി, ഇൻവെസ്റ്റ്മെന്റ് പ്ലാനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇത് മാത്രം പോരാ, അടുത്തെന്താണ്? ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പൈസ കണ്ടെത്തി, സേവിങ്സിന് വേണ്ടി കണ്ടെത്തി, സ്പെൻഡിങ്ങിന് വേണ്ടി കണ്ടെത്തി. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ. സോ അൺസർട്ടനിറ്റീസ് എപ്പം വേണമെങ്കിലും നമുക്ക് ഉണ്ടാകാം. ഒരു ഹോസ്പിറ്റൽ കേസ് വരാം, ആക്സിഡന്റ് വരാം, എമർജൻസീസ് ഒക്കെ ഉണ്ടാകാം. ഇപ്പോഴൊക്കെ എന്താണ്? നമുക്കൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കിട്ടണം. ഈ റിസ്കിനെ മിനിമൈസ് ചെയ്യാനായിട്ട് ദ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ത്രൂ ദ ഇൻഷുറൻസ് എൻഷുർ യു ആൻഡ് യുവർ ഫാമിലി ആർ ഏബിൾ ടു സെയിൽ ത്രൂ ദ ഡ്യൂറിംഗ് ദ ഹാർഡ് ടൈംസ്. സോ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷൻ വന്നാൽ നമുക്കോ നമ്മുടെ ഫാമിലിക്കോ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് വിളിക്കുന്നത്. ദ പോസിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ലോസ്. പണം നഷ്ടപ്പെടാനുള്ള നമ്മുടെ സാധ്യതയാണ് നമ്മൾ ഫിനാൻസിന്റെ പോയിന്റ് ഓഫ് റിസ്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ റിസ്കിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം? ഇൻഷുറൻസ് കവറേജുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ ഇൻഷുറൻസ് കവറേജിന് പലതിനും നമുക്ക് എന്താണ്? ബെനിഫിറ്റുകൾ കിട്ടുന്നതാണ്, ടാക്സ് ഡിഡക്ഷൻസ് കിട്ടുന്നതാണ്. അപ്പൊ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് തുടങ്ങണം. അപ്പൊ ഇൻകം കിട്ടുന്നത് കൊണ്ട് തീർന്നില്ല, അവിടെ നമ്മൾ സ്പെൻഡിങ്ങിനെ കുറിച്ച് ആലോചിക്കണം, നമ്മുടെ സേവിങ്സിനെ കുറിച്ച് ആലോചിക്കണം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കണം, നമ്മുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷനെ കുറിച്ച് നോക്കണം. പോരാ, ഏർണിങ്സ് ഹൈ ആണ് എങ്കിൽ, ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം? ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കണം. എങ്ങനെ ടാക്സ് കൊടുക്കാതെ മുന്നോട്ട് പോകാം, ടാക്സ് അടയ്ക്കാതിരിക്കുക എന്നുള്ളതല്ല,
ടാക്സിനെ പ്ലാൻ ചെയ്യുക വിത്ത് എ പ്രോപ്പർ ടാക്സ് പ്ലാനിങ്. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ടാക്സിനെ പ്ലാൻ ചെയ്താൽ, മേക്കിംഗ് ആഡിക്വേറ്റ് എക്സ്പെൻഡിച്ചർ ഓർ ദ ഇൻവെസ്റ്റ്മെന്റ്, യു ക്യാൻ ബ്രിങ് ഡൗൺ യുവർ ടാക്സബിൾ ഇൻകം. ഇവൻച്വലി ദിസ് സേവിങ്സ് എ ലോട്ട് ഓഫ് മണി എവറി ഇയർ. അപ്പൊ ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റ് തന്നെ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ധാരാളം എന്താണ് ടാക്സ് സേവിംഗ് സ്കീമുകളുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഹൗസിംഗ് ലോണിൽ നമുക്ക് ഡിഡക്ഷൻ അനുവദീയമാണ്. അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ LICയുടെ പല ടാക്സ് ഡിഡക്ഷൻസ് കിട്ടുന്ന പല പോളിസി ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഉണ്ട്. ഇങ്ങനെ ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന, ടാക്സിന് നമുക്ക് ബെനിഫിറ്റ് അലൗഡ് ആയിട്ടുള്ള പല സ്കീമുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ സ്കീമുകളെ കുറിച്ച് നമ്മളൊരു ധാരണ ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുകയും ചെയ്യും, അറ്റ് ദ സെയിം ടൈം നമുക്ക് ടാക്സ് ഡിഡക്ട് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി ധാരണ ഉണ്ടായിരിക്കണം. ഇത് മാത്രം പോരാ. ജോലി കിട്ടി, ഇൻകം ഉണ്ട്, സേവിങ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇത് മണ്ട് നമ്മള് റെസ്റ്റ് എടുത്തിരിക്കരുത്. എന്തിനെ കുറിച്ച് ആലോചിക്കുക? ജോലി കിട്ടുമ്പോൾ തന്നെ റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിക്കുക. അത് 50-ാമത്തെ വയസ്സിലല്ലേ, 60-ാമത്തെ വയസ്സിലല്ലേ, 65-ാമത്തെ വയസ്സിലല്ലേ നല്ല ചിന്തിക്കേണ്ടത്. പകരം എന്ന് ഞാൻ റിട്ടയർ ചെയ്യണമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുക. അപ്പൊ എനിക്ക് നേരത്തെ റിട്ടയർ ചെയ്യണമെങ്കിൽ, എനിക്ക് ഏർലി റിട്ടയർമെന്റ് ആവശ്യമാണ് എങ്കിൽ ഞാൻ ഇന്നേ എന്റെ 25 ഇയേഴ്സിൽ അല്ലെങ്കിൽ 26 ഇയേഴ്സിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അന്ന് മുതൽ എന്റെ എന്താണ് റിട്ടയർമെന്റ് പ്ലാനിങ് എന്താണെന്ന് ഞാൻ തീരുമാനിക്കണം. The retirement planning is a crucial to ensure that you have to have big bank balance. That means only you can need during the twilight years. കാരണം തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഓൾഡ് ഏജിലോട്ട് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിലോട്ട് എത്തുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഇൻകം, റെഗുലർ ഇൻകം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പലരും റിട്ടയർമെന്റ് എടുക്കാത്തത്. അപ്പൊ റിട്ടയർമെന്റ് എടുക്കണമെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ട് ഒരു ഇൻകം കിട്ടണം. ഡിവിഡന്റിന്റെ രൂപത്തിലോ ഇൻട്രസ്റ്റിന്റെ രൂപത്തിലോ പെൻഷന്റെ രൂപത്തിലോ ഒക്കെ നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് എനിക്ക് ഒന്നിച്ച് കിട്ടാനായിട്ട് പറ്റണം. എനിക്ക് ഓൾഡ് ഏജിൽ ഉണ്ടാകാൻ പോകുന്ന ഹോസ്പിറ്റലൈസേഷൻ കേസ് മീറ്റ് ചെയ്യാൻ എനിക്കൊരു ഫിനാൻഷ്യൽ എയ്ഡ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഏർലി ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഏർലി ഏജിൽ തന്നെ നമ്മൾ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഏജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എന്താണ് പേഴ്സണൽ ഫിനാൻസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഓരോ വ്യക്തികളിലും പേഴ്സണൽ ഫിനാൻസ് ഡിഫറെന്റ് രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ പേഴ്സണൽ ഫിനാൻസ് പറഞ്ഞാൽ അതെന്താണ്, ഇറ്റ്സ് ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജിങ് മണി. ഇതൊരു ആർട്ടാണ്, ഒരു സയൻസ് ആണ്. മണിയെ, പണത്തിനെ അല്ലെ ഫിനാൻസിനെ, നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകത്തിനെ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട്, വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട്, വളരെ സയന്റിഫിക് ആയിട്ട് മാനേജ് ചെയ്യാന്ന് പറയുന്നതാണ്. അതെല്ലാവർക്കും ഒരുപോലെ സാധിക്കുന്നതല്ല. പക്ഷെ നമുക്ക് കൊണ്ടൊക്കെ ഇതൊക്കെ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ ഇൻകത്തിനെ കുറിച്ച്, സോഴ്സ് ഓഫ് ഇൻകത്തിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ, നമ്മുടെ സ്പെൻഡിങ്ങിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ, എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ പൈസ വെളിയിലോട്ട് പോകുന്നത്, അതുപോലെ നമ്മുടെ സേവിങ്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷനെ കുറിച്ച് നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, നമ്മുടെ ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ, നമ്മുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പേഴ്സണൽ ഫിനാൻസിന്റെ ടിപ്സുകളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പൊ തീർച്ചയായിട്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.